ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എഐക്ക് കോഴ്സ് ഉണ്ട്, കോഡിങ്ങിന് കോഴ്സ് ഉണ്ട്, പിന്നെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് ബേസ് സെറ്റ് ചെയ്യുന്ന കോഴ്സ് ഉണ്ട്, പിന്നെ ചെറിയ ഓക്കെ. കുട്ടികൾക്ക് ലിറ്റിൽ ഫൈവ് എന്നുള്ള കോഴ്സ് ഉണ്ട്, ഉം. പിന്നെ ഫോറിൻ ലാംഗ്വേജസ് ഉണ്ട്, ഫ്രഞ്ചും അങ്ങനത്തെ കുറേ ലാംഗ്വേജസ് ഉള്ള കോഴ്സുകളുണ്ട്. അപ്പം അതായത് ഇന്നത്തെ കാലത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണോ എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ളത്, ആ എഡ്യൂക്കേഷനിലെ ചേഞ്ചസിനനുസരിച്ച് ഞങ്ങളും ചേഞ്ച് ആകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു R&D ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. അതായത് വേൾഡിൽ എല്ലാ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ് കരിക്കുലാണെങ്കിൽ ഈവൻ ചൈനയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോലും ഒബ്സർവ് ചെയ്ത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടുത്തെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാന്നുള്ള മോഡിഫൈ ചെയ്ത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ, അതായത് ഫോക്കസ് ഫൈൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു R&D ടീം തന്നെ ഉണ്ട്. അവരിത് ഓക്കെ. റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ പോലും എഐക്ക് വേണ്ടി ഒരു മിനിസ്ട്രി തന്നെ ഉണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതെ. അപ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ് പോലെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം പോലെ അത്രയും അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നന്നാവില്ല. അപ്പം നാടോടുമ്പോൾ നടുവ് ഓടുക എന്നല്ല, നാടോടുമ്പോൾ മുന്നേ ഓടുക എന്നുള്ള ആശയത്തിലാണ് എപ്പോഴും ഫോക്കസ് 5 ഊന്നുന്നത്. അതായത് എന്തൊക്കെ ചേഞ്ചസ് ഇവിടെ നടക്കുന്നുണ്ടോ ആ ചേഞ്ചസിനനുസരിച്ച് കോഴ്സ് ഇവിടെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്.